നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ വിചാരണയ്ക്ക് ശേഷം ഒരു കൂട്ടം ആളുകൾ സ്വർഗത്തിലും ഒരു കൂട്ടത്തെ നരകത്തിലേക്കും ആക്കുമ്പോൾ ഇതിൽ രണ്ടിലും പെടാത്ത ഒരു സംഘത്തെ പറ്റി ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തു അഅറാഫ് 8-ാമത്തെ അധ്യായത്തിലെ 46-ാമത്തെ വചനത്തിൽ നമുക്ക് ഇപ്രകാരം കാണാൻ പറ്റും. വബൈനഹുമാ ഹിജാബ് വഅലൽ അഅറാഫി റിജാലുൻ യഅരിഫൂന കുല്ലൻ ബിസീമാഹും വനാദൗ അസ്ഹാബൽ ജന്നതി അൻ സലാമുൻ അലൈക്കും ലം യദ്ഖുലൂഹാ വഹും യത്മഊൻ. ഇതിനകത്ത് പറയുന്നത് സ്വർഗത്തെയും നരകത്തെയും പറ്റി പറഞ്ഞ ശേഷം പറയാം വബൈനഹുമാ ഹിജാബ്, അതിന് രണ്ടിലും ഇടയിൽ ഒരു ഹിജാബ് ഉണ്ടാവും, ഒരു മറ ഉണ്ടായിരിക്കും. വഅലൽ അഅറാഫി, ആ ഉയർന്ന സ്ഥലത്ത് റിജാലുൻ യഅരിഫൂന കുല്ലൻ ബിസീമാഹും, കുറച്ച് ആൾക്കാരുണ്ടാവും. യഅരിഫൂൻ, അവരെ മനസ്സിലാക്കാൻ പറ്റും, അവരുടെ അടയാളങ്ങൾ കൊണ്ട് അവരെ മനസ്സിലാക്കാൻ പറ്റും. അവരെന്ത് ചെയ്യും? വനാദ അസ്ഹാബുൽ ജന്ന, അവർ സ്വർഗത്തിലെ ആൾക്കാരെ വിളിക്കും. അൻസലാമുൻ അലൈക്കും, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കും. അവരിങ്ങനെ പറയും. ലം യദ്ഖുലുഹ, പക്ഷെ അവരതിൽ കയറിയിട്ടില്ല. വഹും യത്മഊൻ, അവർ അങ്ങേയറ്റം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ വഇദാ സുരിഫത് അബ്സാറുഹും തിൽഖാ അസ്ഹാബിൻ നാരി ഖാലൂ റബ്ബനാ ലാ തജ്അൽനാ മഅൽ ഖൗമിൽ ളാലിമീൻ. അവർക്ക് അകലെ എന്ത് ചെയ്യാൻ പറ്റും? നരകവും കത്തുന്ന നരകത്തെയും കാണാൻ പറ്റും. അവര് ഭയപ്പാടോടുകൂടി പറയും എന്ത്? ലാ തജ്അൽനാ മഅൽ ഖൗമിൽ ളാലിമീൻ, ഈ അക്രമകാരികളായ ഈ ആൾക്കാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തരുതേ, ഞങ്ങൾക്ക് ആ കാണുന്ന സ്വർഗത്തിലേക്ക് എത്തിക്കണമെന്ന് അവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അവർ നരകത്തിൽ വിട്ടിട്ടില്ല പടച്ചവൻ, അവരെ സ്വർഗത്തിലും ആ പ്രവേശനം കൊടുത്തിട്ടില്ല. അവരതിന് നടുക്കുള്ള ഒരു സ്ഥലത്ത് വെയിറ്റിംഗ് ആണ്. എത്ര കാലം ആ വെയിറ്റിംഗ് ഉണ്ടാവുമെന്ന് ഖുർആനിലോ ഹദീസിലോ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. ഈ ആൾക്കാര് ആരാണ് എന്നുള്ളത് ഭൂരിഭാഗം മുഫസ്സിറുകളും പറഞ്ഞിട്ടുള്ളത് നന്മയും തിന്മയും ഈക്വലായ ആൾക്കാരാണ്. അള്ളാഹുവിന്റെ കോടതിയിലേക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ക്വാണ്ടിറ്റി പറയുകയാണെങ്കിൽ ഒരു 100 കിലോ നന്മയും 100 കിലോ തിന്മയുമായിട്ടാണ് അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ എത്തുന്നതെങ്കിൽ അത് അള്ളാഹു കൃത്യമായി തിട്ടപ്പെടുത്തും. ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹ, ചെറുതും വലുതുമായ ഒന്നും, അണുമണി തൂക്കെന്ന് പറഞ്ഞിട്ട് മറ്റൊരു സ്ഥലത്ത് മിസ്കാല ദർറാണ്. അപ്പൊ എല്ലാം കൃത്യമായി തൂക്കപ്പെടും. എന്നിട്ട് രണ്ടും ഈക്വൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ അവരവിടെ നിർത്തും എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര കാലം അള്ളാഹുവിനെ അറിയാം. ആ കാലം കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യും? സ്വർഗത്തിലേക്ക് പ്രവേശനം കിട്ടും. അപ്പൊ അഗ്റാഫിൽ നിൽക്കുന്ന ഒരവസ്ഥ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കത് സഹിക്കാൻ കഴിയില്ല. അത് എത്ര കാലം നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് പറ്റുന്ന നന്മകൾ ഒരൊറ്റ സുബ്ഹാനല്ലാഹ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്റെ കനം തൂങ്ങുമായിരുന്നു എന്നുള്ള അവസ്ഥ വരും ചിലപ്പോൾ. അപ്പോ പരമാവധി നന്മകൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം, അത് ഖഫീഫതാനി ഇലൽ ലിസാൻ വസഖീലതാനി ഫിൽ മീസാൻ ഹബീബതാനി ഇലർ റഹ്മാൻ എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടതാണ്, ഖുദ്റാസിൽ കനം തൂങ്ങുന്നതാണ്, പക്ഷെ ഏറ്റവും എളുപ്പമാണ്. അപ്പോൾ ഈ ദിക്റുകൾ, അതേപോലെ പരിശുദ്ധ ഖുർആൻ പാരായണം, അതേപോലെ തന്നെ ചെറിയ ചെറിയ നന്മകൾ, നമ്മളെ കൊണ്ട് വളരെ അനായാസം പറ്റുന്ന നന്മകളൊന്നും നമ്മൾ ഇഗ്നോർ ചെയ്ത് വിടരുത്. ഒരുപക്ഷെ നാളെ പരലോകത്ത് നമ്മുടെ സ്വർഗപ്രവേശനത്തിൽ നിർണായകമായ പങ്ക് വഹിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? ഈ ചെറിയ ചെറിയ നന്മകൾക്ക് പോലും പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ നമ്മൾ കണ്ണോടിക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനത്തെ ഒരുപാട് നമുക്കറിയാത്ത സംഭവങ്ങൾ ഉണ്ടായിരിക്കും. അപ്പം എല്ലാവരും ഈ രൂപത്തിൽ എന്ത് ചെയ്യാം? പരിശുദ്ധ ഖുർആന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് അതിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പാരായണം ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.